പരിശുദ്ധ മാർപ്പാപ്പയുടെ കൽപ്പന നടപ്പാക്കണം എന്നാവശ്യപ്പെടുന്ന അഭ്യർത്ഥിക്കുന്ന വിശ്വാസികളെ നേരിടാൻ പോലീസിനെ അവർ നിയോഗിച്ച സിനഡ് മെത്രാന്മാർ നമ്പർ 1 മെത്രാന്മാർ തന്നെയാണ്. അവർ വൻ പരാജയമാണ്. വിശ്വാസികളെ കേൾക്കാൻ പോലും തയ്യാറല്ലാത്ത സിനഡാലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. മാർപ്പാപ്പയെ അനുസരിക്കാത്ത പിതാക്കന്മാരെ ഒട്ടും അനുസരിക്കാത്ത അച്ഛന്മാർ. ഇതാണിപ്പോൾ സിറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് അനുസരിക്കാൻ വിശ്വാസികൾ തയ്യാറാവുമോ? ഇല്ല. സമവായത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ ലിയോ മാർപ്പാപ്പ ആവശ്യപ്പെട്ടുവെന്നും അങ്ങനെ പറഞ്ഞു പരത്തുന്നു ഇപ്പോൾ ഈ മാർപ്പാപ്പമാർ. ഇപ്പോൾ നടക്കുന്ന അധാർമികമായ സമവായ നീക്കത്തിൽ തനിക്കുള്ള കടുത്ത അതൃപ്തി ലിയോ മാർപ്പാപ്പ അറിയിച്ചു എന്നതാണ് സത്യം. എറണാകുളം വിമത വിവാദത്തിൽ അനാവശ്യമായി മാർപ്പാപ്പയെ വലിച്ചഴിക്കാൻ ഇപ്പോൾ ചില കേന്ദ്രങ്ങളുടെ നീക്കം. എന്താണ് അതിന് കാരണം? തെക്കൻ രൂപതകളുടെ നിർദ്ദേശപ്രകാരമാണ് ഈയൊരു വിഭജനം നടക്കുന്നത് എന്നവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. സമവായമേ വേണ്ട, അത് അധാർമികമെന്നാണ് ഇപ്പോൾ മാർപ്പാപ്പ വ്യക്തമായി വത്തിക്കാനിലെത്തിയപ്പോൾ മാർ റാഫേലിനോടും പാംബ്ലാനോടും വ്യക്തമായി നിലപാടെടുത്തത്. പിന്നെയും അനാവശ്യമായി മാർപ്പാപ്പയുടെ പേരിലേക്ക് സിനഡിലേക്ക് വലിച്ചിഴച്ച് വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനാണ് ഈ 2 മെത്രാന്മാരുടെ നീക്കം. തെക്കൻ രൂപതകളുടെ നിർദ്ദേശപ്രകാരമാണ് ചില വിശ്വാസികൾ എറണാകുളം ബസിലിക്കയിൽ സമരം തുടരുന്നത് എന്നാണ് മറ്റൊരു കള്ളം ഇവർ പറഞ്ഞു വരുത്തുന്നത്. ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, തക്കല എന്നീ രൂപതകളെ ഒറ്റപ്പെടുത്താനാണ് ഇവരുടെ നീക്കം. സിറോ മലബാർ സഭയിൽ തെക്ക് വടക്ക് വിഭജനം സൃഷ്ടിക്കാനാണ് ഈ എറണാകുളത്തെ വിമത ലോബിയും അവരെ പിന്തുണയ്ക്കുന്ന പ്രമുഖ മെത്രാന്മാരുടെ നീക്കം. പാംബ്ലാനി മെത്രാപ്പൊലീത്ത കൽപ്പിച്ചിരിക്കുന്നത് വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ലഭിക്കേണ്ട കൂദാശകൾക്ക്, മരണാനന്തര ചടങ്ങുകൾക്ക് എന്താണ് പരിഹാരമെന്ന് പാംബ്ലാനി ഒരിടത്തും പറയുന്നില്ല. പാംബ്ലാനിയുടെ മാർഗരേഖ അനുസരിച്ച് ഒരു ഏകീകൃത കുർബാന പോലും അർപ്പിക്കാത്ത അനേകം വൈദികർ ഇപ്പോഴും അതിരൂപതയിലുണ്ട്. പല പള്ളികളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന തുടങ്ങിയിട്ട് ഒരറിയിപ്പുമില്ലാതെ നിർത്തിയ ഇടങ്ങളുണ്ട്. അനന്തമായി നീളുന്ന പാംബ്ലാനിയുടെ മാർഗരേഖ സഭ നിഷ്കർഷിക്കുന്ന വിധത്തിലുള്ള കൂദാശ ജീവിതം വിശ്വാസികൾക്ക് നിഷേധിക്കുന്നതാണ്. എന്താണ് വിശ്വാസികൾക്ക് വേണ്ടത്? വീണ്ടും പറയുകയാണ്. ബസിലിക്ക പള്ളിയിൽ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം ഏകീകൃതിയിലെ കുർബാന മാത്രം അനുവദിക്കുക. 2026 ഓശാന ഞായർ മുതൽ എറണാകുളം അങ്കമാലി രൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത രീതിയിലുള്ള കുർബാന മാത്രം നടപ്പാക്കുക. ഇപ്പോൾ ഏകീകൃത കുർബാന മാത്രം അർപ്പിക്കുന്ന പള്ളികളിൽ ആക്രമം തുടരുക. സിറോ മലബാർ സഭ സിനഡ് വിശുദ്ധ കുർബാന ഏകീകരണ വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുത്ത ശേഷം വേണം പിരിയാൻ. എല്ലാ രൂപതകളെയും പഴയപടി വിശുദ്ധ കുർബാന തന്നെ അർപ്പിക്കാൻ സിനഡ് വീണ്ടും അനുവദിക്കണം. വിശ്വാസികളുടെ മരണാന്തര ആവശ്യങ്ങൾക്കും മറ്റു കൂദാശ ആവശ്യങ്ങൾക്കും വിശ്വാസി ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഏകീകൃത കുർബാന അനുവദിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ വിശ്വാസികളുടെ നീതിക്കും കുർബാനയ്ക്കുമുള്ള സമരം തുടരുക തന്നെ ചെയ്യും. എന്തായാലും സഭയിൽ സിനഡ് അവസാനിക്കാൻ പോവുകയാണ്. അവസാനം മീഡിയ കമ്മീഷൻ PR-യുടെ ഒരു പത്രക്കുറിപ്പ് വരും. എന്താണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് അത് വായിച്ച് കേട്ട് സന്തോഷിപ്പിൻ വിശ്വാസികളെ എന്നാണ് ഈ മെത്രാന്മാർ പറയുന്നത്. ആലഞ്ചേരി പിതാവ് ഇപ്പോൾ വത്തിക്കാനിലാണ്. എന്തായാലും അതിരൂപതയെ നേർവഴിക്ക് നയിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ. മേജർ ആർച്ച് ബിഷപ്പും ഒക്കെ ചേർന്ന് വിമത വൈദികരെയും വിമത വിശ്വാസികളെയുമൊക്കെ മറ്റൊരു വഴിയിൽ കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇനിയെങ്കിലും ഏകീകൃത കുർബാന ബസിലിക്കയിലടക്കം രൂപതയിലെ മറ്റ് പള്ളികളിലടക്കം അർപ്പിക്കാൻ ഒരു അനുവാദം സിനഡായിട്ട് ഉണ്ടാക്കി നൽകണമെന്നാണ് വിശ്വാസികൾക്ക് വീണ്ടും അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്.